നമ്മൾ അവിടുന്ന് ഓടിപ്പോന്നോണ്ട് അമ്മമാര് വരുന്നതിന്റെ മുമ്പ് നമുക്ക് ഇവിടെ എത്താൻ പറ്റി. അതെ, ചേച്ചി പറഞ്ഞത് ശരിയാ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് വഴക്ക് കേട്ട് നിൽക്കണ്ടാവും ഇവിടെ. ഡി മാളു, നീ ആ ഡോളിനെ കളഞ്ഞേ. അമ്മ വന്നാ വഴക്ക് കേക്കോ? ഏയ്, അമ്മ വഴക്ക് പറയൊന്നുമില്ല. അതെവിടുന്നാ കിട്ടി ചോദിച്ചാ നീ എന്ത് പറയും? ഞാൻ എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാ എന്ന് പറയും. ഓ, നീ എന്താന്ന് വെച്ചാ ചെയ്യ്. ഞാൻ എന്തായാലും പോയി ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യട്ടെ. മാളു, നീ ആ ഡോളിനെ കളഞ്ഞേക്ക്. അതിൽ എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട് എനിക്ക്. അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. അതൊരു പാവയല്ലേ. എങ്കിലും ഒന്ന് നമ്മളെ സൂക്ഷിക്കുന്നത് നല്ലതാ. സച്ചി, ആ ഹൊറർ ഹൗസ് പോലെയുള്ള ഒരു വീടിന്റെ മുമ്പ് നമുക്ക് ഈ ഡോളിനെ കിട്ടിയോണ്ടാ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അല്ലാതെ നീ പറഞ്ഞു വരുന്നത് ഈ ഡോൾ ഗോസ്റ്റ് ആണെന്നാണോ? ഏയ്, അങ്ങനെ ഒന്നുമല്ല. എന്തായാലും ഇപ്പൊ നമ്മൾ എടുത്തില്ലേ, ഇനി അത് ഇവിടെ ഇരുന്നോട്ടെ. പക്ഷെ മാളു, ആ ഡോളിന് എന്തൊക്കെയോ ഒരു പന്തികേടില്ലേ? അത് നമുക്ക് കളയുന്നതല്ലേ നല്ലത്. ആ ഡോളിനെ കളയണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാട്ടോ. നീ അതിൽ ഇടപെടണ്ട. ഓ, ഞാൻ പറഞ്ഞൂന്നുള്ളൂ. ഞാൻ പോവാ, എനിക്കും ഡ്രസ് ചേഞ്ച് ചെയ്യണം. എന്നാ വാ സച്ചി, നമുക്ക് ടിവി കാണാം. എന്നാ വാ, നമുക്ക് പോയി ടിവി കാണാം. അമ്മമാര് വന്നു തോന്നുന്നു. നമുക്ക് പോയി നോക്കിയാലോ മാളു? ആ, എന്നാ വാ, നമുക്ക് പോയി നോക്കാം. അയ്യോ, ആരൊക്കെ ചിരിച്ച്? മാളു, മാളു, മാളു അല്ല, പിന്നെ ആരാ? ഇനി ക്ലാരയാണോ? ഏയ്, അവള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയതാ. ഏയ്, ഇനി എനിക്ക് തോന്നിയതാവും. എന്തായാലും ഞാൻ പോയി വേഗം ഡോറ് തുറന്നു കൊടുക്കട്ടെ. അമ്മമാര് വെയിറ്റ് ചെയ്യാവും. എല്ലാ മാളുവും സച്ചിയും ക്ലാരയും ഒക്കെ എവിടെ? ക്ലാര അവിടെ ഉണ്ട്. മാളുവും സച്ചി ഇപ്പൊ നേരം ഇവിടെ ഉണ്ടായിരുന്നു. അവര് ടി വി കാണാൻ തോന്നുന്നു. ഇനി ഓ, നീ അവരൊക്കെ പോയി വിളിച്ചു വാ. ആ, ഓക്കെ അമ്മേ. അവരിവിടെ ഒന്നും ഇല്ലല്ലോ. പിന്നെ എവിടെ പോയി? മാളു, സച്ചി,